بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد قال رسول الله صلى الله عليه وسلم قال الله أعدت لعبادي الصالحين ما لا أعين رأت ولا أذن سمعت ولا خطر على قلب بشر فاقرؤوا إن شئتم فلا تعلم نفس ما أخفي لهم من قرة أعين. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, സ്വാലിഹീങ്ങളായ എൻ്റെ അടിമകൾക്ക് ഇതുവരെ ഒരു കണ്ണും ദർശിച്ചിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ സങ്കല്പിച്ചിട്ട് പോലുമില്ലാത്ത അത്രയും സുഖസൗകര്യങ്ങൾ അവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിബന്ധന അവർ സ്വാലിഹീങ്ങളാണ് എന്നുള്ളതാണ്. ഭൗതികമായ ജീവിതത്തിൻ്റെ സുഖങ്ങളോടും ആഡംബരങ്ങളോടും രാജി പറഞ്ഞ് കൃത്യമായി ജനങ്ങളെക്കാൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടാനും സ്നേഹിക്കാനും പരിശ്രമിച്ച ആളുകൾ, ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അതൊക്കെ ഖാലിഖായ റബ്ബിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്ത ആളുകൾ, സമ്പന്നതയുടെ കൂമ്പാരങ്ങൾക്ക് മുന്നിൽ ജീവിതം സമർപ്പിച്ചപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരു സെക്കൻഡ് സമയം പോലും കൽബ് തെറ്റിപ്പോകാത്ത ആളുകൾ, ഇവരാണ് സ്വാലിഹീങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അംഗീകരിക്കാനും അവൻ വിരോധിച്ചത് വെടിയുകയും ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് വിധേയത്വം കൽപ്പിക്കുന്ന, അത് ചിലപ്പോൾ സാഹചര്യങ്ങളോട് അടിമപ്പെടുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുൻതൂക്കം നൽകുന്ന വിശ്വാസികൾ, അവരാണ് സ്വാലിഹീങ്ങൾ. അങ്ങനെയുള്ള സജ്ജനങ്ങളായ ആളുകൾ, അവരിൽ നിന്ന് ഒരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്നത ജുർദൻ മുർദൻ ബീളൻ ജിആദൻ മുകഹലീന അബ്നാഅ 33. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ, സ്വർഗവാസികൾ, അവിടെയുള്ള എല്ലാ ആളുകൾക്കും 33 വയസ്സായിരിക്കും. അവരെല്ലാവരും ആരോഗ്യ ദൃഢഗാത്രന്മാരും കണ്ണുകളിൽ സുറുമ എഴുതിയതുപോലെ സുന്ദരന്മാരും ഏറ്റവും മനോഹരമായ ആകാര ഭംഗിയുള്ളവരായിരിക്കും അവർ. യൂസുഫ് നബി അലൈഹിസ്സലാം ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ജീവിതമുണ്ടല്ലോ, സലീഹയുടെ മുന്നിൽ ഒരു സെക്കൻഡ് സമയം മനസ്സ് പഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിച്ചേക്കാവുന്ന ഏറ്റവും വലിയൊരു തെറ്റ്, പക്ഷെ അവിടെ അള്ളാഹു തആല കാവൽ നൽകിയ യൂസുഫ് നബി അലൈഹിസ്സലാം. അങ്ങനെ എത്ര മഹാന്മാരുണ്ട്, തെറ്റിൻ്റെ മുന്നിൽ അവരുടെ മനസ്സും ശരീരവും പണയപ്പെടുത്താതെ മാറിക്കളഞ്ഞ് അള്ളാഹുവിലേക്ക് സമർപ്പിച്ച ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ ആ സ്വാലിഹീങ്ങൾ. ആ സ്വാലിഹീങ്ങൾക്ക് നാളെ ആഖിറത്തിൽ കിട്ടുന്ന അത്യാഡംബരമായ സുഖസൗകര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കൂട്ടുകാരെ, പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വർഗം ഒരു ടാർജറ്റാണ്. അള്ളാഹു എന്നത് നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ സമർപ്പണ മേഖലയാണ്. അള്ളാഹു തആല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ടത് റബ്ബിനാണ്. ആ സമർപ്പണ ബോധത്തോടു കൂടെയുള്ള ജീവിതവും അതിന് കണക്കായ വിശ്വാസവും ജീവിത വിശുദ്ധിയും അള്ളാഹു തആല തന്ന് സ്വർഗം മാടി വിളിക്കുന്ന വിഭാഗത്തിൽ നമുക്ക് ഒരുമിച്ചുകൂടാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.